Yo guys, what's up? तो कैसे हैं आप लोग? ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഗെയിമിനെ കുറിച്ചാണ്. ഈ ഒരു ഗെയിം 24 MBക്കാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത പ്ലേ സ്റ്റോറിൽ നിന്ന്. സോ ഈ ഗെയിമിന്റെ പേര് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായി തന്നെ കാണുക. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഗെയിമിന്റെ ചെറിയൊരു വാക്ക് ത്രൂ ആൻഡ് റിവ്യൂ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ചെറിയ ട്രെയിനിങ് പോലെ ഒരു സംഭവമുണ്ട്. അതായത് ജസ്റ്റ് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുക ആൻഡ് കുതിരേനെ വിളിക്കുക ആൻഡ് കുതിരയെ ഓടിക്കുക ആൻഡ് അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. ആൻഡ് ഇതൊരു കൗബോയ് സെറ്റപ്പ് ഗെയിമാണ്. സോ ഇതിൽ ഞാൻ കുതിരേനെ വിളിച്ചു ആൻഡ് കുതിരയെ ആക്സിലേറ്റിംഗ് ഒരു ബട്ടൺ ഉണ്ട്. അത് വെച്ച് ഞാൻ ഇവരൊരു മാപ്പിൽ ഒരു ടൗൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ടൗണിലേക്ക് പോകാനാണ് പറയുന്നത്. സോ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയൊരു ആനിമേഷൻ പോലെ പരിപാടിയുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ഓപ്പൺ വേൾഡ് സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഇതിൽ കുറച്ച് മിഷൻസ് ഉണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. മിഷൻസിനായിട്ട് മാപ്പിൽ ഒരു സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ ആ സ്ഥലത്തേക്ക് പോവുക. അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുത്തൻ നിൽക്കുന്നത് കാണാം. അവൻ്റെ ഒരു മെസ്സേജ് മേടിച്ച് ഒരു മാപ്പിൽ പിന്നെ ഒരു സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് എനിമീസ് ഉണ്ടാവും. സോ അവരെയൊക്കെ ഷൂട്ട് ചെയ്തിടണം. സോ എനിക്ക് 3 എനിമീസ് ഞാനായിരുന്നു കിട്ടിയത്. സോ അവരെ 3 പേരെ ഞാൻ ടപ്പേന്ന് പറഞ്ഞ് അടിച്ചുറക്കി. ആൻഡ് നെക്സ്റ്റ് മിഷന് നിങ്ങൾക്ക് ഒരു ലിക്കർ ഷോപ്പിലേക്ക് പോകണം. സോ ഇത് ലിക്കർ ഷോപ്പാണ്. സോ ഇതിന് ഇവിടെ നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡോറിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അതിന് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിക്കർ ഷോപ്പിൽ എൻ്റർ ആകാൻ പറ്റും. സോ ഇത് ലിക്കർ ഷോപ്പിൽ നിങ്ങൾക്ക് ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് ലിക്കർ ഷോപ്പിൻ്റെ ഒരു സംഭവം എന്താണെന്ന് നോക്കാം. ഈ ലിക്കർ ഷോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാർഡ്സ് ഒക്കെ പ്ലേ ചെയ്യാം. ഒരു റമ്മിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സോ ഇവിടെ ഒരു സ്ഥലമുണ്ട്. സോ ഞാൻ എന്തായാലും ചുമ്മാ ഒന്ന് കളിച്ചു നോക്കി. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചുമ്മാ ബെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്ക് യു വിൻ എന്നൊക്കെ പറഞ്ഞു വന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. സോ മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ഞാൻ ലീവ് അടിച്ചു. ആൻഡ് പിന്നെ ഇവിടെ ഒരു ക്യാമറ പോലത്തെ ഒരു ഡാൻസ് ബാർ സെറ്റപ്പാണ്. സോ ഇവിടെ ഒരു പെണ്ണ് കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ആൻഡ് അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ അമ്പെടുത്ത് ഇങ്ങനെ എറിയുന്ന പോലത്തെ ഒരു ബോർഡില്ലേ, ആ ഒരു ഗെയിം, അത് ഇവിടെ കളിക്കാറുണ്ട്. സോ അതും എനിക്ക് പ്രത്യേകിച്ച് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ അതും ഞാൻ അവിടെ ചുമ്മാ ഇറങ്ങി നോക്കിയിട്ട് പോയി. ഇവിടെ നമ്മുടെ ബാഹുബലിയിലെ രാജമൗലി വന്നതുപോലെ ഒരുത്തൻ ഈ ലിക്കറൊക്കെ വിൽക്കാൻ വേണ്ടി തുടയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഒരുത്തൻ ഇവിടെ കുടിച്ച് മറയുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് ഇതിൻ്റെ സ്റ്റെയർ ഉണ്ട്. സോ സ്റ്റെയർ കയറി മുകളിൽ പോകുമ്പോൾ ഒരു പെണ്ണിറങ്ങി വരുന്നുണ്ട്. ആൻഡ് അവിടെ ഒരു റൂമുണ്ട്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സോ ലിക്കർ ഷോപ്പ് കഴിഞ്ഞു. ആൻഡ് ഞാൻ ലിക്കർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ആൻഡ് ലിക്കർ ഷോപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അതായത് ഒന്ന്, ഇവിടെ ഒരു ഈ ലിക്കർ ഷോപ്പിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഗൺ ഷൂട്ടിംഗ് പ്രാക്ടീസ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ഓരോ ബോർഡ് പൊങ്ങി വരുമ്പോൾ നിങ്ങൾ വെടി വെച്ചിടുക. സോ അതിനും നിങ്ങൾ കോയിന് കൊടുക്കണം. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിത് എൻ്റർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോർഡ് വരും. സോ ആ ബോർഡിൽ നിങ്ങൾ കറക്റ്റ് ഷൂട്ട് ചെയ്യണം. സോ ഷൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടും. ഇതൊരു ആക്ച്വലി ഒരു മിഷൻ ആയിരുന്നു. ഞാൻ പിന്നീട് കളിച്ചപ്പോൾ ഇത് ഈ ബാറിനകത്തുള്ള ഡാൻസ് കളിക്കുന്നവൾ ഇതിൽ ഇത്ര പോയിന്റ് അടിച്ചിടണമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഓരോ മിഷനാണ്. ബട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മിഷൻസ് ഒന്നും കളിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വാക്ക് ത്രൂ പോലെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിൻ്റെ എൻഡിൽ, ഈ ടൗണിൻ്റെ എൻഡിലായിട്ട് നിങ്ങൾക്ക് കുതിരേനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കുതിര സവാരി മീൻസ് അങ്ങനത്തെ ഒരു റേസ് പരിപാടിയുണ്ട്. അതും ചിലപ്പോൾ മിഷനായിരിക്കും. അത് ഞാൻ കളിച്ച് നോക്കിയിട്ടില്ല. സോ അതിൽ നിങ്ങൾ പോയിന്റ് കളക്ട് ചെയ്ത് കുതിരേനെ കൊണ്ട് ഓടണം. ഇതിനായിട്ട് നിങ്ങൾക്ക് കുതിരയുടെ സൈഡിൽ ഒരു ആക്സിലേറ്റിംഗ് ബട്ടൺ ഉണ്ട്. സോ അത് ഞെക്കി കഴിഞ്ഞാൽ കുതിര സ്പീഡിൽ പോകും. ബട്ട് അത് പിന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആൻഡ് ആ ലിമിറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് റീഫില്ലായി പിന്നെയും ഞെക്കണം. സോ അതും ഞാൻ റൗണ്ടൊക്കെ കഴിഞ്ഞ് പിന്നെയും ഈ ടൗണിൽ തന്നെ എത്തി. സോ ഗെയിം എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ രീതിയിൽ ഒരു PC ലെവൽ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ഗെയിമിൽ കിട്ടും. ആൻഡ് ഈ ഒരു ഗെയിം PC-ലും അവൈലബിൾ ആണ്. സോ PC-ലും നിങ്ങൾക്ക് കളിക്കാം. സോ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു PC ലെവൽ എക്സ്പീരിയൻസ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം ട്രൈ ചെയ്യുക. ഈ ഗെയിമിൻ്റെ പേരാണ് വെസ്റ്റ് ഗൺ ഫൈറ്റർ. സോ പ്ലേ സ്റ്റോറിൽ 24 MB ഉള്ളൂ അവൈലബിൾ ആണ്. സോ എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കുക. ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് PC ലെവൽ എക്സ്പീരിയൻസ് കിട്ടും. ഒരു 5-ൽ ഞാൻ ഇതിന് ഏകദേശം ഒരു 3.5 കൊടുക്കും. കാരണം ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ 24 MBക്കൊക്കെ അടിപൊളിയാണ്. ആൻഡ് ആ ഒരു സെറ്റപ്പ്, കൗബോയ് സെറ്റപ്പൊക്കെ എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ രീതിയിലൊക്കെ PC ലെവൽ സെറ്റപ്പും കിട്ടുന്നുണ്ട്. ഈ ഒരു ഗെയിമിലെ മിഷൻസൊക്കെ ആൻഡ് ആക്ടിവിറ്റീസൊക്കെ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയായിരുന്നു. അതും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയായിരുന്നെങ്കിൽ ഈ ഒരു ഗെയിം അടിപൊളിയാണ് 24 MBക്ക്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ ഗൈസ്.